ഇന്ന് ഗസ്റ്റ് ഓഫ് ദ വീക്കിൽ കൊല്ലത്തെ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ അതിഥിയായി എത്തുന്നു. അതിഥിയെ പരിചയപ്പെടുത്തുന്നത് രമേശ് പയ്യന്നൂർ. നമസ്കാരം സിസ്റ്റർ റോസ്ലിൻ, ഏഷ്യാനെറ്റ് റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സ്നേഹതീരം അല്ലേ? അതെ. സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റി വിളക്കുടി. എവിടെയാണ് വിളക്കുടി? കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്താണ്. കൊട്ടാരക്കരയ്ക്കും പുനലൂരിനും ഇടയ്ക്കായിട്ട് വരും. എന്താണ് സ്നേഹതീരത്തിന്റെ പ്രവർത്തനങ്ങൾ? തെരുവിൽ കിടക്കുന്ന മാനസിക രോഗികളായ സ്ത്രീകളെ പോലീസോ നാട്ടുകാരോ കൊണ്ടുതരും. അവരെ നമ്മൾ വേണ്ട സ്നേഹവും പരിചരണവും മെഡിസിനും ഒക്കെ കൊടുത്ത് നമ്മൾ അവരെ പരിചരിക്കും. അവിടെ ഇതെല്ലാം മാനസിക നില തെറ്റിയ ആൾക്കാരാണോ? അതെ, എല്ലാവരും മാനസിക രോഗികളാണ്, അല്ലാത്തവരാരുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ തീരുമാനിച്ചത്? എന്താണ് അതിന്റെ ഒരു പ്രചോദനം? എന്താണ്? ഞാന് ചെറുപ്പത്തിലേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോ അവിടെ ഒക്കത്തൊരു കുഞ്ഞും കാണും. ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ വെയിലും മഴയും ഒക്കെ നനഞ്ഞ് ഇങ്ങനെ ആകെ വൃത്തികേടായി അലക്കാതെ കുളിക്കാതെ തെരുവിൽ കിടക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ച് തെരുവിൽ അലഞ്ഞു തിരിയുന്ന ധാരാളം പേര് എന്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്നത്തെയൊക്കെ എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, സ്ത്രീകൾ ആരും തെരുവിൽ കിടക്കരുത്, അവരെ സംരക്ഷിക്കണം. വലിയൊരു തീക്ഷ്ണമായ ഒരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് സ്നേഹതീരം. ഇത് സിസ്റ്ററുടെ സ്വന്തം സ്ഥലം എവിടെയാണ്? എന്റെ സ്വന്തം സ്ഥലം മലപ്പുറം ജില്ലയില് നിലമ്പൂര് അടുത്ത് ഇടക്കര. അവിടെ നിന്ന് എങ്ങനെ വിളക്കുടിയിലെത്തി? അതൊരു കഥയാണത്. കാരണം ഞാന് വേറൊരു കോൺവെന്റിൽ സിസ്റ്റർ ആയിരുന്നു. എവിടെയായിരുന്നു? ഞാന് ട്രിവാൻഡ്രത്താണ് സിസ്റ്റർ ആയത്. DM സിസ്റ്റർ ആയിരുന്നു, ഡോക്ടേഴ്സ് ഓഫ് മേരി. അവിടെ ഞാൻ നോർത്തിലൊക്കെ പോയി അവിടെ മിഷൻ വർക്ക് ഇതുപോലെ തന്നെ. എനിക്ക് കുഷ്ഠരോഗികളുടെ ഇടയ്ക്ക്, ആദിവാസികളുടെ ഇടയ്ക്ക്, കാട്ടിലൊക്കെ ഞങ്ങൾ ആദിവാസികൾ അങ്ങനെയൊക്കെ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ശുശ്രൂഷയാണ്, സർവീസ് ആയിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ പിന്നെ ഒരു നേഴ്സ് കൂടിയായിരുന്നു. അപ്പൊ എനിക്കെന്തോ ഇതൊക്കെ ചെയ്തിട്ടും എന്റെ മനസ്സിലൊരു സംതൃപ്തി വരുന്നില്ല, ഒരു തൃപ്തി വരുന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ കുറെ നാളുകളായിട്ട് ചിന്തിച്ചു, ഇവിടെ നിന്ന് പുറത്തു പോയാലോ, ഒരു സ്ഥാപനം ആർക്കും വേണ്ട തെരുവിൽ കിടക്കുന്നവർക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങിയാലോ എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമതെ ഒരു സിസ്റ്റർ മടത്തിൽ നിന്ന് പോരുക എന്ന് വെച്ചാൽ ആ നാട്ടിൽ ഭയങ്കര നാണക്കേടുള്ള കാര്യം. അപ്പം ആദ്യം കുടുംബത്തെ ഓർക്കും, സഹോദരങ്ങളെ അമ്മയൊക്കെ ഓർക്കും. ദൈവം അവരുടെ മനസ്സെന്തായിരിക്കും, ഞാൻ പോന്നു കഴിഞ്ഞാൽ അവർ വേദനിക്കുമല്ലോ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. അവസാനം എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി, നോർത്തിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ വന്നു. നാട്ടിൽ വന്നപ്പോ എനിക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് ഒരു വിളി എന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു സെക്കൻഡ് കോൾ എനിക്കുണ്ട്. എനിക്കത് എന്തായാലും പുറത്ത് ചാടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ എന്റെ അധികാരികളുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ എതിർത്തു. വീട്ടില് പറഞ്ഞു. വീട്ടുകാര് എതിർപ്പ് മാത്രമല്ല, കൂട്ടക്കരച്ചിലായിരുന്നു. എന്റെ കാര്യം എങ്ങനെയാവും, ചേച്ചി വന്നാ എങ്ങനെയാണ്. ഞാൻ എന്റെ വീട്ടിലെ മൂത്ത ആള്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസങ്ങളുണ്ട്. എനിക്ക് 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ വീട്ടില് ആരും തന്നെ ഇല്ലായിരുന്നു, ബ്രദേഴ്സ് എല്ലാവരും തന്നെ പുറത്താണ്. അപ്പൊ എല്ലാരും ഇങ്ങനെ വിഷമിച്ച് എന്റെ കാര്യം ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. എന്റെ അമ്മ എനിക്ക് നല്ല ധൈര്യം തന്നു കേട്ടോ. അമ്മ പറഞ്ഞു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പോരെ, പക്ഷെ ദൈവം മാത്രമേ നിന്റെ കൂടെ കാണത്തുള്ളൂ. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ നീ വന്ന് ഇത് തുടങ്ങിക്കോളാം. അത് തന്നെ. അങ്ങനെ ഞാന് അമ്മയുടെ ആ വാക്കുകൾ എന്റെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞു. അപ്പൊ എന്റെ ബ്രദറിനോട് ഞാൻ പറയണ, എനിക്കൊരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചു തരാവോ, ഞാനത് ഒറ്റയ്ക്ക് തുടങ്ങിക്കോളാം, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ നോക്കണ്ട, പിന്നെ ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തും. പക്ഷെ അവര് പിന്നെ ഞാൻ അതിനകത്ത് പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവര് മുൻകൈ എടുത്തു. 10 അല്ല ഒരു 60-65 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങിച്ചു. അങ്ങനെയാണ് സ്നേഹിതർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തുടങ്ങിയത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കൊച്ചു വീട്ടിലാണ് തുടങ്ങിയത്. അപ്പൊ ഇപ്പോഴും ഓർക്കുന്നു, എന്നെ കൊണ്ടുവിടാൻ വന്നിട്ട് ബ്രദർ അത് കണ്ടിട്ട് ഞങ്ങൾക്കിപ്പോ അവന്റെ ഒരു ടർക്കി എടുത്ത് അവൻ ഇങ്ങനെ പൊട്ടി കരയുക. അപ്പൊ ഞാൻ നീ എന്തിനാ കരയുന്നേ? എന്നാലും പറഞ്ഞു, എന്റെ പൊന്നി ചേച്ചി എനിക്കിത് കാണാൻ വയ്യ, ചേച്ചി വാ നമുക്ക് പോകാം, നമുക്ക് വീട്ടിൽ പോകാം, വീട്ടിൽ പോയിട്ട് പിന്നെ ഇത് നന്നായിട്ട് കെട്ടിടമൊക്കെ പണിതിട്ട് ചേച്ചിക്ക് വരാം. പിന്നെ പറഞ്ഞില്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ. മദർ തെരേസ തുടങ്ങിയതിനെക്കാട്ടിലും ചെറിയ കെട്ടിടത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ചു വരുന്നില്ല, ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം.
അങ്ങനെയാണ് അവിടെ വന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ താമസിച്ചില്ല കേട്ടോ. അതിന് മുമ്പേ അവിടെ വാടകയ്ക്ക് ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. അവരവിടെ വാടക കൊടുത്ത വീട്ടുകാരോടി വന്ന് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വാടകയ്ക്ക് സ്ഥലമുണ്ട്, അവിടെ വന്ന് താമസിക്കാന്ന് പറഞ്ഞു. അതും വലിയ വീടൊന്നും അല്ല, കൊച്ചൊരു ഓടിട്ട ഒരു കൊച്ചു വീട്. അന്നേരം സിസ്റ്റർ ഒറ്റയ്ക്കായിരുന്നു? ഞാൻ ഒറ്റയ്ക്കെന്ന് വെച്ചാൽ എന്റെ കൂടെ വേറെ 1-2 പേരുണ്ടായിരുന്നു സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യുന്ന 2-3 എന്റെ കൂടെ ഈ വർക്ക് ഇഷ്ടമായിട്ട് വന്ന 2-3 പേരുണ്ടായിരുന്നു. അവരും സിസ്റ്റേഴ്സ് ആണോ? അല്ല, സിസ്റ്റേഴ്സ് അല്ലായിരുന്നു, അല്ലാതെ സഹായിക്കാൻ. അങ്ങനെ ഞങ്ങള് 3 പേര് കൂടിയാണ് തുടങ്ങിയത്. അത് 2002 സെപ്റ്റംബർ 26. 2002 സ്നേഹതീരം തുടങ്ങുമ്പോ അതിന്റെ ഒരു അവസ്ഥ എന്താണ്? അത് നിങ്ങൾ 3 പേരാണ് തുടങ്ങിയത്, പിന്നെ അതിൽ അന്തേവാസികൾ വരണമല്ലോ. തുടങ്ങി പിറ്റേ ദിവസം തൊട്ട് അന്തേവാസികൾ വരാൻ തുടങ്ങി. അറിഞ്ഞു വരാൻ പറഞ്ഞെന്ന് വെച്ചാൽ അടുത്തുള്ളവരൊക്കെ അറിഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പൊ ആദ്യം എന്നെ കൊല്ലം പോലീസ് സ്റ്റേഷനിലാണ് വിളിക്കുന്നത്. ഒരു പേഷ്യന്റ് കൊല്ലം SP ഓഫീസിന്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, എടുക്കാവെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയൊന്നുമില്ലല്ലോ, സ്ഥലവും ഇല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറേ വണ്ടിയില്ല, ഞങ്ങൾക്ക് സ്ഥലമില്ല, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു സ്ഥാപനം അല്ല, പ്രതീക്ഷിക്കുന്ന വിധത്തിൽ സ്ഥാപനമല്ല, ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ കൊല്ലത്തു നിന്നാണ് പോലീസ് ആദ്യമായിട്ട് ഒരു മാനസിക രോഗിയെ അമ്മയെ കൊണ്ടുവന്നു. അപ്പൊ അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു? ആ വീട്ടിൽ ഞങ്ങൾ എല്ലാരും കൂടെ താമസിച്ചു. അപ്പൊ ഇതറിഞ്ഞപ്പം ചെറിയൊരു എല്ലാരും അറിഞ്ഞു. അപ്പം ഇന്ന് കിട്ടുന്നവരെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. പെട്ടെന്ന് 30 അപ്പൊ പിന്നെ സ്ഥലം തികയാതെ വന്നു. സ്ഥലമില്ല, ഒരു കൊച്ചു വീട്. അപ്പൊ ഞാനൊരു ഇപ്പുറത്തൊരു ഇവിടെ കിടക്കുന്നു, അവരെ ഞാൻ ഈ ഫ്രണ്ട് മുറി കിടത്തും. അപ്പൊ അവിടെ തന്നെ മനസ്സിരുകളല്ലേ തെരുവിന് കിട്ടുന്നവരെ കിടന്ന് 1-2 പോകും. അത് അവർ വാരി തിന്നും, അത് വാരി ഭിത്തിയിലെല്ലാം തേക്കും. അപ്പൊ ഞാനീ നമുക്ക് സ്മെല്ല് സഹിക്കാൻ വയ്യ അവിടെ കിടക്കുമ്പോ. നമ്മൾ എഴുന്നേക്കുമ്പോ ഇതെല്ലാം കയ്യിൽ വാരി വെച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ അന്ന് അത്രയും ക്രോണിക് പേഷ്യൻസ്. അതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാൻ കൊടുക്കാൻ ബെഡ്ഷീറ്റ് വേണം, പാ വേണം, അന്നൊന്നും കട്ടിലൊന്നുമില്ല, തറയിലാണ്. ഈ മോഷണമൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ആ പായ കിടത്താൻ പറ്റത്തില്ലല്ലോ. പിന്നെ നമ്മൾ ആ പായെല്ലാം കഴിയാ അവരെ അന്ന് ഞാൻ ഈ ഡ്രസ്സല്ലായിരുന്നു, ഞാൻ സാരിയെ ഉടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആ സാരി വിരിച്ചവരെ ആ തറയിൽ കിടത്തുമായിരുന്നു, വേറെ തുണിയില്ലാത്തോണ്ട്. ഞാൻ സാരി എടുത്ത് തറയിൽ വിരിച്ച് അവരെ കിടത്തുമായിരുന്നു. പക്ഷേ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാ എന്റെ അമ്മയുടെ വാക്കുകള് ശരിക്കും ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച വ്യക്തി. ദൈവം മാത്രമേ തുണയായിട്ടുണ്ടാവുള്ളൂ. ശരിക്കും കൂടെ ഉണ്ടായിരുന്നു. അനുദിനം ആയപ്പോഴേക്കും പിന്നെ ആളുകളൊക്കെ വന്ന് നമ്മളെ സഹായിക്കാൻ തുടങ്ങി. കെട്ടിടങ്ങൾ കുറേശ്ശെ കൊച്ചു ഷെഡുകളൊക്കെ പണിയാൻ തുടങ്ങി. പക്ഷെ ഈ ഷെഡൊക്കെ പണിയുമ്പോഴെന്നുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മൾ ഭിത്തി മണ്ണ് കൊണ്ടൊക്കെ ആയിരിക്കും അതിന്റെ ഭിത്തി കിട്ടുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ മോഷനൊക്കെ വാരി തേച്ച് കഴിയുമ്പോ നമ്മൾ തേച്ച് കഴിയുമ്പോ ആ ഭിത്തിയെ പോകും. പിന്നെ അതിന്റെ ബാഡ് സ്മെല്ല് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ബ്രദേഴ്സൊക്കെ പുറത്തുള്ളവരൊക്കെ ഈ സ്പ്രേ കൊണ്ടുതരുക. ഞാൻ ഈ സ്പ്രേ എല്ലാം അടിക്കും, എല്ലായിടത്തും. എന്നാലും വീട്ടിന്റെ അകത്ത് മോഷിന്റെ സ്മെല്ലായിരുന്നു. പൊതുവെ ശരിക്കും പറഞ്ഞാ ഇതുങ്ങളെ കുളിപ്പിക്കാനോ ഒന്നും ആരും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ കൈ കിട്ടിയതിനു ശേഷമല്ലേ നമ്മൾ കുളിപ്പിക്കുന്നതൊക്കെ. ഇവർക്ക് തന്നെ ഒരു പ്രത്യേക സ്മെല്ലുണ്ടായിരുന്നു. വരുമ്പം തന്നെ കുളിക്കാത്തത് കൊണ്ട് പിന്നെ കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥാവിശേഷമായിരുന്നു. വളരെ ദയനീയമായ ചുറ്റുപാടിൽ നിന്നാണ് തുടങ്ങിയത്. അതെ. ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് സ്നേഹതീരത്തിന്റെ? ഇന്ന് നമുക്ക് 2014 ഐഡിയ സ്റ്റാർ സിംഗേഴ്സ് അവിടെ വന്നിരുന്നു. ചിത്ര ചേച്ചി, MG സുമ സാർ, അങ്ങനെ രഞ്ജിനി ഹരിദാസ് വന്ന സീസൺ 5 അവിടെയാണ് നടത്തിയത്. ഫസ്റ്റിൽ അത് കണ്ടിട്ട് തന്നെ ഞങ്ങളെ ഒത്തിരി പേര് സഹായിച്ചു. അപ്പൊ എന്നും എന്റെ ഒരു പ്രാർത്ഥന, ദൈവമേ ഈ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ ഒരു നല്ല വീട് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. വേറൊന്നും കൊണ്ടല്ല, ഈ ഭിത്തിയിലൊക്കെ ഈ മോഷണമൊക്കെ വാരിത്തേക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭിത്തിയൊക്കെ ടൈലിട്ട് അപ്പൊ നമുക്ക് വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ പ്രോഗ്രാം വന്നതിന് ശേഷം ഞങ്ങളെ ഒത്തിരി പേര് സഹായിച്ചു. അങ്ങനെ എന്റെ ഒരു സ്വപ്നം, ഒരു നല്ല ബിൽഡിംഗ് എന്നുള്ളത് അവിടെ ചെയ്യാൻ പറ്റി. ഒരു നല്ല കെട്ടിടം നമ്മൾ അവിടെ ചെയ്തു. എത്ര മുറികളുണ്ട്? മുറികളല്ല, ഡോർമെട്രി ആണ് എല്ലാം തന്നെ. കാരണം ഇവര് സൂയിസൈഡ് ടെൻഡൻസി, ആത്മഹത്യാ പ്രവണത ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ മുറികളിൽ ഇവരെ താമസിപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്റ്റാഫ് കൂടെ കാണും, സൈഡ് റൂമുകളിൽ സ്റ്റാഫ് ഉണ്ട്, ഇവരെ ഡോർമെട്രി കിടത്തും. എല്ലാം മനോനില തെറ്റിയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഒരു നിമിഷവും പ്രവചിക്കാൻ പറ്റില്ല എന്താണ് അടുത്ത നിമിഷം. അതെ. പിന്നെ നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ സ്നേഹം കൊടുത്ത് അവരാ സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്നവരാ. അപ്പൊ എന്നോട് തന്നെ അവര് പറയും, അമ്മ എനിക്കൊരു ഉമ്മ എന്താ, അമ്മേ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കമ്മേ, ഇതൊക്കെ അവര് പറയും നമ്മളോട്.
അപ്പൊ ഞാനിവരെ വളരെ നീറ്റായിട്ടാണ് സൂക്ഷിക്കുന്നത്. കാരണം എനിക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു ഉമ്മ കൊടുക്കണേല് വൃത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനും അവരെ രാവിലെ നല്ല വൃത്തിയായിട്ട് തേച്ച് കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച് നല്ല സുന്ദരികളാക്കി ഞങ്ങൾ പുറത്തിറക്കത്തുള്ളൂ. ഞങ്ങൾ 4 മണിക്ക് ഞങ്ങൾ ആ സ്റ്റാഫ് ഞങ്ങളെല്ലാവരും എഴുന്നേക്കും. എഴുന്നേറ്റ് ഇവരെല്ലാം തേച്ച് കുളിപ്പിച്ച് പല്ല് തേച്ച് ഡ്രസ്സ് വൃത്തിയാക്കി ഇവരെ പുറത്ത് വിടും. എന്നിട്ട് ഞങ്ങൾ ഇവരുടെ മോഷന് എല്ലാ റൂംസും ഞങ്ങൾ ഡോർമെട്രീസ് എല്ലാം ക്ലീൻ ചെയ്യും. എല്ലാം വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ പോയി കുളിച്ച്. ഇപ്പൊ ടൈൽസ് ഒക്കെ ഇട്ട ഭിത്തിയാണ് ഇപ്പൊ നല്ല നല്ല ബിൽഡിംഗ് ആയി. വൃത്തിയാക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ എത്ര അന്തേവാസികളുണ്ട്? ഇപ്പൊ 316 സ്ത്രീകളും മാത്രമല്ലേ ഉള്ളൂ, അവരുടെ കുഞ്ഞുങ്ങളും ഉണ്ട്. അവരുടെ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവരെ 3 മാസം പ്രഗ്നൻസിയില് 6 മാസം പ്രഗ്നൻസി അങ്ങനെ കിട്ടും നമുക്ക്. ആ അവസ്ഥയിലാണ് കിട്ടുന്നത്. അപ്പൊ അവർ പ്രഗ്നന്റ് ആണെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമ്മളോട് വന്നു കഴിയുമ്പോൾ നമ്മൾ HIV, പ്രഗ്നൻസി ടെസ്റ്റ്, HbSg ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കും ഇന്നയാള് പ്രഗ്നന്റ് ആണ്. പിന്നെ അവർക്ക് വേണ്ട പരിചരണമൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ പ്രസവം ഹോസ്പിറ്റലിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡെലിവറി എടുത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ അവിടെ വളർത്തും. ആദ്യം കിട്ടിയ മോന് ഇപ്പം 12 വയസ്സായി. ഇപ്പൊ അവനെവിടെയാണ്? അവനെ ഞാനൊരു ബോർഡിങ്ങിലാക്കി, കോട്ടയത്ത് ഒരു ബോർഡിങ്ങിലാക്കി. പക്ഷെ ചെലവുകളൊക്കെ എല്ലാ ചെലവും ഞാൻ എല്ലാ വെക്കേഷനും കൊണ്ടുവരും അവനെ. കാരണം അവന്റെ വീട് സ്നേഹതീരമല്ലേ, അഡ്രസ് സ്നേഹതീരെന്നല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോഴാ. അതൊക്കെ അച്ഛനില്ലാതെ അവനോട് ചോദിക്കും, അമ്മേ എന്റെ അച്ഛന്റെ പേരെന്താ ഞാൻ പറയുന്നേ? എല്ലാവരുടെയും അച്ഛൻ വരും, എന്തുത്തരം പറയുന്നു. ഞാൻ പലപ്പോഴും ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് ഒക്കെ ഓർക്കുമ്പോഴേ. കുട്ടികള് അതൊരു വല്ലാത്ത അവസ്ഥയാണ് ശരിക്കും. അതെ. പിന്നെ കുട്ടികള് എല്ലാരും ഗൾഫിലും പുറത്തുനിന്ന് വില കൂടിയ ഷൂവ് വാച്ചൊക്കെ ആയിരിക്കും കുട്ടികളുടെ കയ്യിലും. പ്രായം അമ്മ ആ ഫ്രണ്ട് അവൻ ഇങ്ങനത്തെ വാച്ചുണ്ട്, അവന് ഈ ഷൂ ഉണ്ട്, അവന് ഈ ഡ്രസ്സുണ്ട്. അപ്പൊ ഞാൻ പറയും, മോൻ എന്ത് വേണം അമ്മ വാങ്ങിത്തരാം. പക്ഷെ അവനോട് ഞാൻ പറയും, അമ്മയ്ക്ക് ഇത്രയും പരിമിതികളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. എങ്കിലും ഞാൻ അങ്ങേയറ്റം പിള്ളേർ ചോദിക്കുന്നൊക്കെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവർക്കൊന്നും അറിയത്തില്ലല്ലോ, അവർ ഓർഫണാണെന്നോ അങ്ങനത്തെ ചിന്തയൊന്നും അവർക്കില്ലല്ലോ. ഗസ്റ്റ് ഓഫ് ദ വീക്ക് തുടരുന്നു. ഇന്നത്തെ അതിഥി കൊല്ലത്തെ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ. സിസ്റ്റർ റോസ്ലിൻ എത്ര കാലമായി ഇപ്പൊ കന്യാസ്ത്രീയായിട്ട്? ഏത് പ്രായത്തിലാണ് കന്യാസ്ത്രീ പട്ടത്തിലേക്ക് പോയത്? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് 18ാമത്തെ വയസ്സിൽ ഞാൻ പോയി. അത് ശരി. അത് സ്വയം ഒരു വിളി വന്നിട്ട് പോയതാണോ അല്ല വീട്ടുകാരുടെ നിർബന്ധപ്രകാരം പോയതാണോ? വീട്ടുകാരുടെ നിർബന്ധം. എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ലായിരുന്നു. കാരണം എന്റെ ഫാദർ, ഞാൻ ചെറുപ്പത്തിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ എന്റെ ഫാദറിനോട് പറയും, നീ മഠത്തിൽ പോയി ഒരിക്കലും നിൽക്കത്തില്ല, നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, അവിടുത്തെ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ എന്റെ ഉള്ളിൽ ഒരു ആഴമായ ഒരു ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു, എനിക്കൊരു സിസ്റ്റർ ആകണം. വേറൊന്നിനും അല്ല കേട്ടോ. അല്ല, അങ്ങനെ ഒരു റോൾ മോഡൽ മുമ്പിലുണ്ടായിരുന്നു. മദർ തെരേസയാണോ? അല്ല, മദർ തെരേസ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലുപരി എന്റെ അമ്മ ചെറുപ്പത്തിൽ കഥകളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. വിദേശത്തല്ല, ഔട്ട് ഓഫ് കേരള, അവിടെ ധാരാളം പേര് പാവങ്ങൾ ആരും ഇല്ലാത്തൊരു കിടപ്പുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് പുറത്ത്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വീടില്ല കിടക്കാന്, മരച്ചോട്ടിലിരുന്ന് അവരെ പഠിപ്പിക്കുന്നത്, അവരുടെ വ്രണങ്ങളൊക്കെ അവരിന്ന് തേച്ച് കഴുകും. ഇതൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പൊ ഞാൻ അന്നോട്ട് ഞാൻ തീരുമാനിച്ച ചെറുപ്പത്തില് എനിക്കൊരു സിസ്റ്റർ ആകണം, വേറെ ഇതിനു വേണ്ടി അവരെ ശുശ്രൂഷിക്കാന്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാനായി. അപ്പൊ അത് ഇന്ന മഠത്തിൽ ചേരണം അങ്ങനെ വല്ലതും ഉണ്ടോ ശരിക്കും? ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, ഒരു സത്യദീപ് എന്ന് പറയുന്നത്, കോട്ടയത്ത് നിന്ന് വരുന്നത് സത്യദീപ്. അപ്പൊ അദ്ദേഹത്തിന് അതൊരു ഇത് വന്നു, അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ മിഷണറി കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ മിഷണറി കോൺഗ്രിഗേഷൻ കണ്ടാണ് ഞാൻ ഇവിടെ ചേർന്നത്. അങ്ങനെയാണ് അവിടെ എത്തിയത്, തിരുവനന്തപുരത്ത്. പിന്നെ എങ്ങനെ നോർത്തിലെത്തിയത്? നോർത്തിൽ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. ഞങ്ങൾക്ക് നോർത്തിൽ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു. അവിടെ 10-16 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ വീണ്ടും ഈ ആഗ്രഹം അങ്ങ് സ്ട്രോങ് ആയി, ഇത് ചെയ്യണം എന്നുള്ളത്. സ്നേഹതീരത്തെ നഴ്സസ് ഉണ്ട്, രോഗികള്, MA BEdകാരുണ്ട്, ബിടെക്. എത്ര പേരുണ്ട് ഇപ്പൊ? എത്ര പേര് ഈ ജോലിക്കാരായിട്ടുണ്ട് ഇപ്പൊ? MSW 6 പേരുണ്ട്, നഴ്സസ് ഒരു 7 പേര്, ഡ്രൈവേഴ്സ് 2 പേര്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാ ജോലിയും ചെയ്യും, കുക്കിംഗ് ചെയ്യാനും എല്ലാത്തിനും ഞങ്ങൾ കൂടും. വണ്ടികളൊക്കെ ഉണ്ടല്ലേ? വണ്ടി അത്യാവശ്യം. ആംബുലൻസ് നമുക്ക് SBI ബാങ്ക് ഒരു ആംബുലൻസ് തന്നു. പിന്നെ ബാലഗോപാൽ MPയുടെ ഫണ്ടിൽ നിന്ന് ഒരു ആംബുലൻസ് നമുക്ക് തന്നു. അങ്ങനെ. സിസ്റ്റർ ഇപ്പൊ ഗൾഫിൽ വന്ന് സ്വാഭാവികമായിട്ടും ഇതിനൊരു സഹായം തേടിയിട്ടായിരിക്കുമല്ലോ. എന്താണ് ഇപ്പോ സ്നേഹതീരത്തിന് ഇപ്പം പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ?
എന്താണ് സിസ്റ്ററുടെ മനസ്സിലുള്ളത്? നമുക്ക് രോഗികൾ ദിവസം ചെല്ലുന്നോറും കൂടി വന്നപ്പോൾ എനിക്ക് അവിടെ താമസിപ്പിക്കാൻ പറ്റാതെ വന്നു. കാരണം വെള്ളമില്ല, വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. മുനിസിപ്പാലിറ്റി നമുക്ക് വെള്ളം കൊണ്ടുതരുന്നത് അതുപോലെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് കവിയാൻ തുടങ്ങി. അപ്പോഴേക്കും ആളുകളൊക്കെ നമുക്കെതിരാവും, സ്വാഭാവികമാണല്ലോ, നാട്ടുകാർ തന്നെ എതിരാവും. അപ്പം നമുക്ക് ഒരു പുതിയ സ്ഥലം കണ്ടെത്തിയേ മതിയാവുള്ളായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടിട്ട് ഒരു സഹോദരൻ നമുക്ക് 4 ഏക്കർ സ്ഥലം തിരുവനന്തപുരം ജില്ലയില് കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നു. അപ്പൊ അവിടെ നമ്മളൊരു കെട്ടിടം പണിയാണെന്ന് ആഗ്രഹിച്ചു. നമ്മളവിടെ ചെന്നു. ഒരു നിവൃത്തിയില്ല കെട്ടിടം പണിയാൻ. ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ചു. അവർ 1 കോടി രൂപ അന്ന് ലോൺ തരാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ എഞ്ചിനീയറോട് ചോദിച്ചു, പറഞ്ഞു ഏകദേശം 1 കോടി കൊണ്ടൊക്കെ തീർക്കാം. പക്ഷെ അതിങ്ങനെ ചെങ്കുത്തായിട്ട് കിടന്ന സ്ഥലമായിരുന്നു, കുന്നും കുഴിയും മലയായിട്ട്. അപ്പൊ ഈ അത് എന്താ പറയാ, കെട്ടിടം പണിയെന്ന് പറഞ്ഞാൽ അത്ര ഒരു പ്രാക്ടിക്കൽ അല്ല. പിന്നെ മതില് വേണം. ഇവരല്ലേ മതില് കോമ്പൗണ്ട് വാൾ ഇല്ലെങ്കിൽ ഇവർ ചാടിപ്പോവും. അപ്പൊ നല്ല സ്ട്രോങ് ആയ കോമ്പൗണ്ട് വാൾ വേണം. പിന്നെ ഈ കുഴിയും കുന്നും ഒക്കെ നികത്തണം. എർത്ത് ഫില്ലിങ് തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ആയി. അപ്പൊ ആദ്യം 1 കോടി ലോൺ എടുത്തു. പിന്നെ 2 കോടിയായി, അത് 3 കോടിയായി, 4 കോടിയോളം നമ്മൾ ലോണായി. കാരണം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ വന്ന ആശാരി പോലും അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ആധാരം കൊണ്ട് തന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ ഇത് കൊണ്ട് പണയം വെച്ചിട്ട് പൈസ എടുത്ത് കെട്ടിടം പണി പൂർത്തിയാക്ക്. അങ്ങനെ എഞ്ചിനീയറിന്റെ അവിടെ വന്ന എഞ്ചിനീയർ അദ്ദേഹത്തിന്റെ കെട്ടിടവും വണ്ടി 2 വണ്ടി പണയം വെച്ചു, മഹേന്ദ്രയില് പണയം വെച്ചു. അതുപോലെ അദ്ദേഹത്തിന്റെ ആധാരം കൊണ്ട് തന്നു. അങ്ങനെ കുറെ പേര് ഞങ്ങളെ സഹായിച്ചു. എന്റെ സ്റ്റാഫിന്റെ ഒന്നും കഴുത്തിലും കാലിലും ഒരു ആഭരണവും ഇല്ല. എല്ലാം ഞങ്ങൾ കൊണ്ട് പണയം വെച്ചു. വീട്ടിലുള്ള എല്ലാവരുടെയും ആഭരണം ഞാൻ പണയം വെച്ചേക്കും. പക്ഷെ എല്ലാവരും നമ്മളെ സഹായിച്ചു കേട്ടോ. അവിടെയുള്ള മുസ്ലിംസ് ഒക്കെ അവരുടെ ആധാരം, ഞാൻ 4-5 പേരുടെ ആധാരം പണയം വെച്ചിട്ടുണ്ട്, പൈസ എടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മോട് ഇങ്ങോട്ട് പറയും, സിസ്റ്റർ അത് ചെയ്യേ, എന്നിട്ട് പണയം വെച്ച് നമുക്ക് പൈസ എടുത്ത് ചെയ്യാം. നാനാജാതി മതസ്ഥരുടെ നല്ല ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ നമ്മളെ അവിടെ സഹായിക്കുന്നുണ്ട്. എന്റെ PRO തന്നെ ഒരു മുസ്ലിമാണ്, വാഹിദ്. അല്ലേ? ഇപ്പൊ നമുക്ക് എന്താണ് അത്യാവശ്യമായിട്ട് അവിടെ വേണ്ടത്? കെട്ടിടം പണി വന്നപ്പോ 3 ബിൽഡിംഗ് ഇല്ലേ നിങ്ങൾ? എവിടെയൊക്കെ? ഒന്ന് വിളക്കുടി തന്നെ ഉണ്ട് തിരുവനന്തപുരത്ത്, ഒന്ന് ചങ്ങനാശ്ശേരി, അതെ, കൂത്രപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു 35 പേരെ മാറ്റി, കൊച്ചു വീടാണ്, 35 പേരെ താമസിപ്പിക്കുന്നു. ഇപ്പൊ 35 അല്ല, ഇപ്പൊ 40ഓളം പേരായി. അത് ശരി. അപ്പൊ 3 സ്ഥലത്തായിട്ടാണ്. അപ്പൊ 3 സ്ഥലത്ത് കൂടി എത്ര ജീവനക്കാരൊക്കെ? 300 ജീവനക്കാർ 6, 1, 7, 8, 12 പേരുണ്ട് ഞങ്ങള്. എല്ലായിടത്തും കൂടെ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി പോകും. പക്ഷെ സിസ്റ്റേഴ്സ് ഞങ്ങൾ 6 പേരുണ്ട്. സിസ്റ്റേഴ്സ് ഫ്രീ സർവീസ് ചെയ്യുന്ന സിസ്റ്റേഴ്സ്. അന്തേവാസികൾ 3 കൂടി 316 പേര് ഇപ്പോൾ ഉണ്ട്. ഇനിയും പക്ഷെ ഇനിയും വന്നുകൊണ്ടിരിക്കില്ലേ? അപ്പൊ ഇനിയും നിങ്ങൾക്ക് കെട്ടിടത്തിന്റെ ആവശ്യം വരില്ലേ? എന്റെ ഈ സ്ത്രീകളെ കാണുമ്പോ എന്റെ ഹൃദയം സാറിനെ പിടയ്ക്കാറുണ്ട്. തമ്പുരാനെ ഇനി എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇവരെങ്ങനെയാ നോക്കുന്നത്, എങ്ങനെ എടുക്കാതിരിക്കും. ഞാൻ എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞാലും സമയമാകുമ്പോൾ ഞാൻ അവരെ എടുത്തോണ്ട് വരും. അവരെ സ്റ്റാഫ് പറയും, സിസ്റ്റർ ആ വശത്തോട് പോകാതിരിക്കാമോ, ആരും കാണാതിരിക്കാമോ എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും മനസ്സിന് ഭയങ്കര വേദനയാണ് ഇവരെ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൾഫിന്റെ എല്ലാ ഭാഗത്തുള്ള ലക്ഷക്കണക്കിന് ശ്രോതാക്കളാണ് സിസ്റ്ററുടെ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അത്യാവശ്യമായിട്ട് സ്നേഹതീരത്തിന് വേണ്ടത് എന്തൊക്കെയാണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ സഹായിക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് സഹായിക്കാൻ പറ്റുമായിരിക്കും. തീർച്ചയായിട്ടും സാർ, എനിക്കിപ്പോ അത്യാവശ്യം വേണ്ട ഒരു 50 ലക്ഷം രൂപയെ വേണ്ടത്. കാരണം ഞാൻ ഈ സാധനം ഈ 30 ലക്ഷം രൂപയും കൂടെ ലോൺ തരാമെന്ന് ബാങ്കിനോട് പറഞ്ഞോട് ഞാൻ കടമെടുത്തു, എല്ലാ കടകളിൽ നിന്നും. അത് വലിയ കടകൾ ഷോപ്പൊന്നുമല്ല, കൊച്ചു ഷോപ്പുകളാ. അവരെ പാവങ്ങള് എന്നോടുള്ള ഇതും കൊണ്ട് തന്നതാണ്. ഞാൻ ഈ ലോൺ കിട്ടുമ്പോൾ പൈസ തരാന്ന് പറഞ്ഞാണ് അവർ സാധനം തരുന്നത്. പക്ഷെ ഈ ലോൺ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ആ പൈസ കടകളിൽ കൊടുക്കാൻ ഞാൻ അങ്ങേയറ്റം വിഷമിക്കുകയാണ്. ഇനിയിപ്പോ പുതിയ തുടങ്ങിയ സെന്ററിൽ കട്ടില് വേണം, കിടക്ക വേണം, അവിടെ ഫ്രിഡ്ജ്, ഫാൻ, എല്ലാ സാധനങ്ങളും അവിടെ അത്യാവശ്യമുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളിലൊക്കെ അത്യാവശ്യം ഈ കടം കൊടുക്കാനുള്ള പൈസ, കടകളിൽ കൊടുക്കാനുള്ള പൈസ. 50 ലക്ഷം ഉണ്ടെങ്കിൽ തൽക്കാലത്തെ ബാക്കി 3.25 കോടി ലോൺ എടുത്തിട്ടുണ്ട്, അത് ബാങ്കിലുണ്ട്. പക്ഷെ 50 ലക്ഷം രൂപ പാവപ്പെട്ട കടക്കാർക്ക് എനിക്ക് കൊടുക്കണം. അതുങ്ങൾ എന്നെ വിശ്വസിച്ച് തന്നതാണ് ആ സാധനങ്ങള്. ഇപ്പൊ നമുക്ക് അവിടെ വരുന്ന ദൈനംദിന ചെലവുകൾ എന്തൊക്കെയാണ്? ഫുഡ്, ഇത്രയും ആൾക്കാർക്ക് ഫുഡ് വേണം. പിന്നെ സ്റ്റാഫിന്റെ ശമ്പളം, പിന്നെ ഇവർക്ക് ഡ്രസ്സുകള്, പിന്നെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ചീപ്പ്, എണ്ണ, ഏറ്റവും വലിയത് മരുന്നാണ്, മെഡിസിൻസ്. ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഏത് തരത്തിലുള്ള സഹായങ്ങളാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്? എനിക്ക് നല്ല സപ്പോർട്ടുണ്ട് സാർ. ഒരു പേഷ്യന്റ് ഇറങ്ങിപ്പോയാൽ തന്നെ നാട്ടുകാർ പിടിച്ചുകൊണ്ട് വരും. വളരെ സപ്പോർട്ടാണ്. ഉടനെ വിളിച്ചു പറയും, സിസ്റ്റർ കുട്ടി ഒരാൾ ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒരു മതിൽ ചാടും, ഗേറ്റ് പോലും ചാടി പോകും അവര്. അപ്പൊ നല്ല സപ്പോർട്ടുണ്ട്. പക്ഷെ അത് അവര് തന്നെ അറിയുന്നില്ല അല്ലേ? അവരറിയുന്നില്ല, അവർക്ക് അറിയില്ലല്ലോ. അവർക്കിപ്പോ കാലും കൈ ഒടിഞ്ഞാലോ മുറിഞ്ഞാലോ ഒരു പ്രശ്നവും ഇല്ല. ആ ഒടിഞ്ഞ കാലം കൊണ്ട് വലിച്ചുകൊണ്ട് അവര് പോകും. അങ്ങനെയാണ് അവരുടെ മൈൻഡ്. നാട്ടുകാർ നല്ല സപ്പോർട്ടാ, നല്ല നാട്ടുകാര്.
എല്ലാം കൊണ്ട് എന്റെ കൂടെ നിൽക്കുന്നവര് എന്റെ ഏറ്റവും വലിയ ശക്തി അതാണ്. ഇത്രയും നല്ല നാട്ടുകാർ, കാരണം ഞാൻ ഒറ്റയ്ക്ക് വന്നു തുടങ്ങി, പക്ഷെ നാട്ടുകാരുടെ സപ്പോർട്ടോടാണ് ഞാൻ ഇത്രയും പേരെ നമുക്കിവിടെ നോക്കാൻ തന്നെ സാധിക്കുന്നത്. ഞാൻ ഒന്നുമില്ലാതെ ഇല്ല അവിടെ വന്നത് വാസ്തവത്തില്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഈ പലരും ഒരുപാട് ആഘോഷങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിലുള്ളവരായാലും ഗൾഫിലുള്ളവരായാലും ഇപ്പൊ കുട്ടികളുടെ പിറന്നാള് അല്ലെങ്കിൽ വിവാഹം, അങ്ങനെയുള്ള ഒരുപാട് ആഘോഷ വേളകൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തുകയോ അല്ലെങ്കിൽ അവിടെ പൈസ തന്നിട്ട് ഏൽപ്പിച്ചിട്ട് അവിടുത്തെ അന്തേവാസികൾ ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള തീർച്ചയായിട്ടും അവിടെ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കും, മരണത്തിന്റെ വാർഷികം, മറ്റൊരു 1 വർഷമായി 2 വർഷമായി ഒത്തിരി പേര് വന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് പറ്റില്ലല്ലോ ഇവർക്ക് ഭക്ഷണം, ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? എനിക്ക് ആരെങ്കിലും തന്നാൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ ദിവസവും നമുക്ക് അങ്ങനെയുള്ള സഹായങ്ങൾ എല്ലാ ദിവസവും ഇല്ല. അപ്പൊ ഒരു മാസത്തിൽ ഒരു 10-20 ദിവസമൊക്കെ ചിലപ്പം കിട്ടും. ചിലപ്പം 15 ആയിരിക്കും, ചിലപ്പോ അത് 8 ആയിരിക്കും. അത്രയൊക്കെ വരാറുണ്ട് ചില മാസങ്ങളില്. പക്ഷെ അന്നേരമൊക്കെ ഞാൻ സാധനങ്ങൾ കടമെടുക്കും, പ്രൊവിഷൻസിന്റെ കടയിൽ നിന്ന്. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്റർ ഒരിക്കലും വിഷമിക്കരുത്, വന്ന് സാധനം ഇല്ലാത്തപ്പോ എടുത്തോണം, പൈസ ഉള്ളപ്പം തന്നാ മതി. അവര് നല്ല മനസ്സാ. അങ്ങനെ ഒത്തിരി പേര് എന്നെ സഹായിക്കുന്നുണ്ട് ആ വിധത്തില്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ചെലവല്ലേ, 6 മാസം 3 മാസം 1.5 വയസ്സ് അവരെ വളർത്തുക എന്നുള്ളത് നല്ലൊരു എക്സ്പെൻസ് ആണ്. അവിടെ ഏറ്റവും കൂടുതലുള്ളത് പ്രായമേറിയ സ്ത്രീകളാണോ അല്ല കുട്ടികളാണോ? 16 വയസ്സ് മുതൽ 92 വയസ്സ് വരെ ഉള്ളവരുണ്ട്. പക്ഷെ കൊച്ചുകുട്ടികളും ഇല്ലേ? കൊച്ചുകുട്ടികൾ ഈ പ്രഗ്നന്റ് ആയിട്ട് കിട്ടുന്ന സ്ത്രീകളുടെ കുഞ്ഞുങ്ങളാ. അത് ശരി. അപ്പൊ ഈ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ആവശ്യമായിരിക്കുമല്ലോ. കാരണം പല പ്രായത്തിലുള്ള ആൾക്കാർ, ഇപ്പൊ ഒരേ പ്രായത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് ഏകദേശം ഒരേ ആവശ്യങ്ങളായിരിക്കും വിചാരിക്കുക. ഇതിപ്പോ നമ്മൾ പല പ്രായത്തിലുള്ളതുകൊണ്ട് പല തരത്തിലുള്ള ആവശ്യങ്ങൾ. ഈ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം എങ്ങനെയാണ്? എനിക്ക് മൂത്ത മോന് 12 വയസ്സായി. അവനെ ഞാനിപ്പോ കോട്ടയത്ത് ഒരു ഹോസ്റ്റലിൽ നിർത്തിയേക്കാം, ബോർഡിംഗ് നിർത്തിയേക്കാണ്. അപ്പൊ അവന് എല്ലാ വീക്കെൻഡിൽ ഞാൻ അവധിക്ക് അവനെ വീട്ടിൽ കൊണ്ടുവരും. അവന് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് എന്നെയൊക്കെ വിട്ട് മാറി നിൽക്കുക എന്നുള്ളത്. എപ്പോഴും കരച്ചിലാണ്, വിളിച്ച ഉടനെ അമ്മ. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കാരണം അതൊക്കെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ നിന്റെ അച്ഛന്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ, അമ്മ ആരാ, അച്ഛൻ ചോദിക്കുമ്പോൾ അവരുടെ കുഞ്ഞു ഹൃദയം വേദനിക്കാറുണ്ട്. റിയലി എന്നോട് മോൻ തന്നെ ചോദിക്കും, അമ്മേ ഞാൻ എന്റെ അച്ഛന്റെ പേരെന്താ പറയണ്ടേ, അവൻ തന്നെ ചോദിക്കാറുണ്ട്. എനിക്കത് കാണുമ്പോൾ ഞാനും കരയാറുണ്ട് പലപ്പോഴും, അവന്റെ മുമ്പിലല്ലെങ്കിലും മാറി നിന്ന്. പിന്നെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് അവരുടെ അച്ഛൻ വരുന്നു, ഷൂ കൊണ്ടു കൊടുക്കുന്നു, വാച്ച് കൊണ്ടു കൊടുക്കുന്നു, ഉടുപ്പ് കൊടുക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ അവരുടെ കുഞ്ഞു ഹൃദയം അവരുടെയും പൊടിയും. ഗസ്റ്റ് ഓഫ് ദ വീക്ക് തുടരുന്നു. ഇന്നത്തെ അതിഥി കൊല്ലത്തെ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ. സിസ്റ്റർ ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് 14 വർഷമായി അല്ലേ? 14ാമത്തെ വർഷമായി. 14 വർഷമായി. ഈ 14 വർഷം കൊണ്ട് 300-ലേറെ 311ഓളം അന്തേവാസികൾ അവിടെയുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ മുമ്പിൽ കിടക്കുന്നു. ഇതുമായിട്ട് ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു ആശങ്ക എപ്പോഴെങ്കിലും സിസ്റ്റർക്ക് മുമ്പിൽ വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ ആശങ്കയില്ല സാർ. കാരണം ദൈവം നടത്തുന്നുള്ള എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങള് ഞാനൊരു 2 പേരെ വെച്ച് തുടങ്ങിയ പ്രസ്ഥാനം തമ്പുരാൻ ഇപ്പൊ ഇതിപ്പോ 316 പേര് 8 കുഞ്ഞുങ്ങളും ഉണ്ട്. ദൈവം നടത്തുന്നില്ലേ? നല്ലവരായ മനുഷ്യർ കൂടെ ഉള്ളപ്പോ ഒരു പ്രശ്നവുമില്ല. ശരിക്കും പൊതുജനങ്ങളുടെ സപ്പോർട്ടാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. സ്നേഹതീരത്തെ നന്നായിട്ട് മുമ്പോട്ട് പോകും. പക്ഷെ ഞാൻ ഈ കൺസ്ട്രക്ഷൻ വന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നം വന്നത്. ഇപ്പൊ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല, അന്ന് നിർത്തിവെച്ച്. ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നിർത്തിവെച്ച്. ഇനിയിപ്പോ പൈസ കിട്ടിയാൽ നമുക്ക് വീണ്ടും 10-15 ലക്ഷം രൂപയുടെ വർക്കും കൂടെ അതിനകത്തുണ്ട്. അതൊക്കെ ബാക്കി അവർക്ക് കിടക്കാൻ കട്ടില് വേണം, എല്ലാം വേണ്ടേ. സിസ്റ്റർ ഇപ്പൊ ദുബായിലേക്ക് വന്നപ്പോ ആരാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്? അവിടെ 3-4 സിസ്റ്റേഴ്സ് ഉണ്ട് സെൻട്രലായിട്ട്. സ്റ്റാഫ് ഉണ്ട്, നല്ല സ്റ്റാഫാണ് എന്റെ കൂടെയുള്ള സ്റ്റാഫ്. MSW-കാരാണെങ്കിലും നഴ്സസ് ആണെങ്കിലും പകൽ അവർ കഷ്ടപ്പെടും. രാത്രിയോ പകലോ നോട്ടോ ഇല്ലാതെ അവരെല്ലാരും, സിസ്റ്റേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് എല്ലാരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 2 മാസം മുമ്പ് എന്റെ സ്റ്റാഫിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. ആ കുട്ടി ഗൾഫിലുണ്ട് ഇപ്പൊ, അവള് ചിത്ര. അവളുടെ 48 പവൻ എന്റെ കൈ കൊടുത്തോണ്ട് പറഞ്ഞു, സിസ്റ്റർ കൊണ്ട് പണയം വെച്ചിട്ട് പൈസ എടുക്ക്, എന്നിട്ട് കെട്ടിടമണി പൂർത്തിയാക്കാൻ. ഞാൻ ആ സ്വർണം കൊണ്ട് പണയം വെച്ചേക്കുവാ. ആ കുട്ടി ഇപ്പൊ ഇവിടെ അബുദാബിയിലുണ്ട്, ദുബൈയിലുണ്ട്. അങ്ങനെ എല്ലാരും എന്നെ ഒത്തിരി സഹായിക്കുന്നവരാണ്, നല്ലപോലെ സഹായിക്കുന്ന കുഞ്ഞുങ്ങളാണ്. എനിക്ക് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുന്നത്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 2.5 വയസ്സായ കുട്ടിക്കൊക്കെ അമ്മ അവളെപ്പോഴും ഇങ്ങനെ കാണുന്നോണ്ട് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട്, അവക്കുണ്ട്. അവള് വിളിക്കുമ്പോൾ പറയാം, ഞാൻ പറയും മോക്ക് ഉപ്പ് കൊണ്ടുവരാ, ചെപ്പ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തിയേക്കുവാണ് അവളെ. ഞാനതാ നേരത്തെ ചോദിച്ചത്, പല പ്രായത്തിലുള്ള ആൾക്കാരാകുമ്പോൾ ഒരുപാട് പല തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക.
അപ്പൊ അതൊക്കെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഗവൺമെന്റിന്റെ അടുത്ത് എന്തെങ്കിലും സഹായം കിട്ടുമോ? ഗവൺമെന്റിന് കിട്ടി സാർ. 60 പേർക്ക് ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. 60 പേർക്ക് ആദ്യത്തെ വർഷം 250 രൂപ വെച്ച് കിട്ടിയായിരുന്നു. പിന്നെ 450 രൂപ വെച്ച്. 2 വർഷം കിട്ടി. അത്രേ കിട്ടിയിട്ടുള്ളൂ. വളരെ അതെ 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 അതെ. പിന്നെ നല്ലൊരു സ്ഥാപനം, നല്ല നീറ്റാണ് നമ്മുടെ സ്ഥാപനം. അങ്ങനെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാനത് അറിഞ്ഞോണ്ട് അങ്ങനെ ആയി. അത് അവിടെ സന്ദർശകരായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ? ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ ആൾക്കാർ വരും. സ്കൂൾ കുട്ടികള് അങ്ങനെ വരുന്നുണ്ട്. അവര് വന്ന് ആ കെട്ടിടം പണിത് തന്നെ അടുത്തുള്ള സ്കൂളും കോളേജിലെ കുട്ടികൾ സ്റ്റുഡൻസ് എല്ലാം വന്നാണ് കല്ലും മണ്ണും ഒക്കെ ചുമന്ന് അവരാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത്. അത് ശരി. ഇപ്പൊ അവിടെ വെച്ച് ഇപ്പൊ എന്തെങ്കിലും പിറന്നാൾ ആഘോഷമോ അല്ലെങ്കിൽ നേരത്തെ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാം നടത്തുന്നു പറഞ്ഞല്ലോ, അപ്പൊ അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ടെറസിന്റെ മുകളില് നമ്മുടെ സ്റ്റേജ് കെട്ടി അവിടെ ചെയ്യാം. നമ്മുടെ ബിൽഡിങ്ങിന്റെ മുകളില് അങ്ങനെ ഒരു സൗകര്യം. ഇത് 2 നില കെട്ടിടാണോ? 2 നില. 3 നിലയുണ്ട്. ഒരു വിങ് 2 നില. അതിന് മേലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ അവിടെ സ്റ്റേജ് ആയിട്ട് നമുക്ക് ചെയ്യാം. നന്നായി ആരെങ്കിലും അവരുടെ പിറന്നാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ അവിടെ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചാൽ അവിടെ സൗകര്യങ്ങളുണ്ട്. അവിടെ ജീവനക്കാരായിട്ട് സ്ത്രീകൾ മാത്രമാണോ പുരുഷന്മാരും ഉണ്ടോ? പുരുഷന്മാരുണ്ട്. MSW പുരുഷന്മാരുണ്ട്. ഡ്രൈവേഴ്സ് പുരുഷന്മാരാണ്. പിന്നെ അങ്ങനെ അവരൊക്കെ പകൽ വന്ന് പോകുന്ന ആൾക്കാരാണോ? അല്ല, അവർക്ക് സെപ്പറേറ്റ് താമസിക്കാൻ വിങ്ങുണ്ട്. ഒരു സെപ്പറേറ്റ് സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഇല്ല, MSW മാത്രം അവിടെ താമസിക്കും. പിന്നെ MSW പിള്ളേർ എല്ലാ പിള്ളേർക്കും ഡ്രൈവിംഗ് അറിയാമല്ലോ. അതുകൊണ്ട് എമർജൻസി രാത്രിയിലൊക്കെ വന്ന് അവര് തന്നെ വണ്ടി എടുക്കും. എപ്പോഴും നമുക്കൊരാവശ്യം വരും. ഇത്രയും പേഷ്യൻസ് ഒരുമിച്ച് താമസിക്കുന്നതല്ലേ, ഹോസ്പിറ്റലിൽ പോകാനും ഡെലിവറി. ഇത്രയും ആൾക്കാര് ഒരുപാട് ജീവിത കഥകൾ പറയാൻ ഉള്ളിലുണ്ടാവും. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് സിസ്റ്ററുടെ കൂടെ അവിടെയുള്ളത്, അന്തേവാസികളായിട്ട്. ചിലർക്കെങ്കിലും നമുക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ കരളലിയിപ്പിക്കുന്ന ഒരുപാട് കഥകൾ സിസ്റ്ററുടെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ സിസ്റ്റർ? എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് വാസ്തവത്തിൽ. അതൊന്നും പറയാനുള്ള സമയമില്ല. എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത് എനിക്ക് ഈയിടെ ഒരു അമ്മ, ഇച്ചിരി പ്രായമുള്ള അമ്മ, രാവിലെ മൂത്ത മകൻ കൊണ്ടുവന്ന് റോഡിൽ ഇറക്കി വിട്ടിട്ട് അയാൾ പോയി. ആ അമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. ആ അമ്മ ആ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി, ആ റോഡിൽ നടക്കാതെ ഇരുന്നോണ്ട് നിരങ്ങി. അങ്ങനെ ആളുകൾ കണ്ടു. വൈകിട്ട് 6 മണി ആയപ്പോഴാണ് പോലീസ് എന്നെ വിളിക്കുന്നത്. സിസ്റ്റർ, ഒരു അമ്മ റോഡിലുണ്ടെന്ന് പറയണം. അപ്പൊ എന്താ സംഭവം? ആ അമ്മയുടെ മകളുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഈ മകൻ കൊണ്ടിട്ടിട്ട് പോയേക്കുന്നത്. ആ മകള് റൂമില് കഥ കടച്ച ആ മകൾ അകത്തിരിപ്പുണ്ട്, കണ്ണടച്ചിരിക്കുകയാണ്. സ്വന്തം അമ്മ ആ റോഡിലെ തീ വെയിലത്ത്. ഞാൻ പൊട്ടിക്കരഞ്ഞു സാർ അത് കണ്ടിട്ട്. ഹൃദയത്തിന്റെ വാതിലാണ് അടച്ചേക്കുന്നത്. അയ്യോ, എനിക്കത് അങ്ങനെ ഒരു 10,000 കഥകൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് ഈയിടെ കിട്ടിയത്. എന്റെ അമ്മ കിട്ടിക്കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ മരിക്കാനായി, മരിക്കുമ്പോ എനിക്കൊരു 5 സെന്റ് ഭൂമിയുണ്ട്, മോളെ എന്നെ അവിടെ കൊണ്ട് അടക്കണം, എന്നെ അവിടെ കൊണ്ട് ദഹിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ ഞാനേറ്റു, ഞാൻ ചെയ്യാന്ന്. അമ്മ മരിച്ചു. തീരെ വയ്യാതെ കിട്ടിയ ഒരു അമ്മയാ. അമ്മ മരിച്ചു. ആ അമ്മയുടെ ഡെഡ് ബോഡി കൊണ്ട് പോലീസ് സ്റ്റേഷനും ഈ മകന്റെ വീടുകളുമായിട്ട് ഞങ്ങൾ കയറിയിറങ്ങി. അവരാരും വീട്ടിലടക്കത്തില്ല, തിരിഞ്ഞു നോക്കിയില്ല. അവസാനം പോലീസ് ഇടപെട്ട് ഒരു മകനെ ലോക്കപ്പിലിട്ടതിന് ശേഷമാണ് ആ അമ്മയുടെ ബോഡി അവിടെ സംസ്കരിച്ചത്. അതൊക്കെ എന്തൊരു നമുക്ക് ഹൃദയം ക്രൂരതയാ നമുക്ക്. എനിക്ക് അമ്മയുടെ വേദനയൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും അതെ. അതൊക്കെ നമുക്ക് എങ്ങനെ നമ്മള് എനിക്ക് തോന്നുന്നു അതുപോലെ അവിടെ വന്ന അന്തേവാസികളൊക്കെ ഇതുപോലെയുള്ള ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവന്ന ആൾക്കാരായിരിക്കില്ലേ? ശരിക്കും അതെ. സ്വന്തം മക്കളെ പുറത്താക്കിയ ആൾക്കാര്, അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാര് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയ ആൾക്കാരൊക്കെ ആയിരിക്കില്ലേ പലരും? അങ്ങനെ മാനസികതയിൽ തെറ്റിയ ആൾക്കാരുണ്ട്. ഇപ്പൊ സ്ത്രീധനം ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ വീട്ടിലുള്ള പീഡനങ്ങൾ കൊണ്ട് മാനസികരോഗിയായവരുണ്ട്. പിന്നെ പല റേപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ സമനില തെറ്റിയവരുണ്ട്. ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാ? നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ സിസ്റ്റർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ദൈവത്തിന്റെ കയ്യിൽ നിന്നൊരു എപ്പോഴും ഒരു മറുപടി അതിനുണ്ടാവുമല്ലോ. ഒരു സഹായം എപ്പോഴും ഉണ്ടാകും. നാട്ടുകാരിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ ഉണ്ടാവും, നല്ല വാക്കുകളൊക്കെ കേൾക്കും. എപ്പോഴെങ്കിലും ചീത്ത വാക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ചീത്തയും കേട്ടിട്ടുണ്ട് ചില സമയത്ത്. ചീത്താന്ന് വെച്ചാല് ചിലപ്പോ നമ്മൾ ഈ രോഗികളെ അവിടെ കൊണ്ടുവന്ന് വീട്ടുകാരുള്ളവരെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, വീട്ടുകാരുള്ള രോഗികളെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന്. ശരിക്കും ഞങ്ങളെ പൂരം ചീത്ത വിളിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പൊ വീട്ടുകാരുള്ള എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ രോഗികള് മാനസികരോഗികളാണെന്നാ തോന്നുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ അവിടെയൊക്കെ ഒരു വീട്ടിൽ ഒരാൾ വെച്ചുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ
രോഗി മാനസികരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോലെ എയ്ഡ്സ് രോഗികളെക്കാട്ടിലും ക്യാൻസർ രോഗികളെക്കാട്ടിലും ഒക്കെ അത്യാവശ്യം ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഇന്ന് ആവശ്യം. കാരണം ഒരു മാനസിക രോഗിയെ വീട്ടിൽ സംരക്ഷിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് മാത്രമല്ല, മറ്റു രോഗത്തിലുള്ള ചികിത്സ പോലെയല്ല ഇതിന്റെ ചികിത്സ. ഇതിന് കൃത്യമായിട്ടൊരു പുനരധിവാസ കേന്ദ്രമൊന്നും ഇല്ലാതെ ചികിത്സിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്തുമാത്രം ഇപ്പൊ എന്റെ കയ്യിൽ കണ്ടു, ഇതൊക്കെ സ്റ്റിച്ചിട്ട പാടാ. അവർ കടിച്ചു പറിച്ചിട്ട് സ്റ്റിച്ചിട്ട പാടാ. ഇത് ഇവിടെ ഉണ്ട്. ഇത് ഈ പാടൊക്കെ അവര് കടിക്കുന്ന നമ്മളെ കടിക്കുക, അറിയാതെ ചെയ്യുന്നതാ. ഒരു വീട്ടിലാകുമ്പോ അവര് സഹിക്കുന്ന എന്തുമാത്രം സഹിക്കും. ഞാനിപ്പോ അവർക്ക് വേണ്ടി എന്റെ ജീവിതം മാറ്റി വെച്ചേക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ കടിച്ചു കഴിഞ്ഞാൽ സാരമില്ല മോളെ പോട്ടെ. പിന്നെ അത് കഴിയുമ്പോൾ അവിടെ ചോദിക്കും, മോളെ എന്തിനാ മോളെ എന്നെ കടിച്ചു? ഞാൻ അമ്മയെ കടിച്ചിട്ടില്ല, അമ്മയെ ഞാൻ കടിക്കുമല്ലോ അവര് പറയും. പക്ഷെ വീട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മനസ്സിലായി. ഒരു പക്ഷേ ബ്രദർ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രദറിന്റെ വൈഫായിരിക്കാം, ബ്രദറിന്റെ കുഞ്ഞുങ്ങളായിരിക്കാം, അമ്മയും അച്ഛനും മരിച്ചു പോയിരിക്കാം. പിന്നെ അവർക്ക് ആരാ ഉള്ളത്? അവസാനം അവർ തെരുവിലിറങ്ങും. പിന്നെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കുട്ടികളായിട്ട് ഞാൻ അവരെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അതൊക്കെ കാണുമ്പോൾ. നല്ലൊരു ബാൻഡ് ട്രൂപ്പ് അവിടെ ഉണ്ട്. ഇവര് തന്നെ സുഖമാക്കി അവരെ നന്നായിട്ട് ഫോം ചെയ്യിച്ച് ഉണ്ട്. പിന്നെ കാർപ്പറ്റ് നിർമ്മാണമുണ്ട്. നമുക്ക് കിട്ടുന്ന പഴയ ക്ലോത്ത് കൊണ്ട് ഞങ്ങളത് നന്നായിട്ട് കഴുകിയെടുത്ത് നന്നായിട്ട് കാർപ്പറ്റ് ഉണ്ടാക്കും. അത് ഞങ്ങളുടെ ഒരു വരുമാന മാർഗമാണ്. കാർപ്പറ്റ് ഉണ്ടാക്കുക, പിന്നെ ബാൻഡ് ഗ്രൂപ്പ്, സോപ്പ് നിർമ്മാണം, ലോഷന്. ഗസ്റ്റ് ഓഫ് ദ വീക്ക് തുടരുന്നു. ഇന്നത്തെ അതിഥി കൊല്ലത്തെ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ. അവിടെ സ്നേഹതീരത്തില് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു, ഇപ്പൊ കാർപ്പറ്റ് നിർമ്മാണമുണ്ട്, ബാൻഡ് ട്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാവുമല്ലോ. അത് നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുമോ അതോ തുച്ഛമായിട്ട്? സീസണാണ് ബാൻഡ് ട്രൂപ്പ് ഒക്കെ. ഇപ്പൊ ഉത്സവങ്ങള്, പള്ളി പെരുന്നാളുകള് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബാൻഡ് ട്രൂപ്പ് കിട്ടുന്നത്. എന്നും കിട്ടത്തില്ലല്ലോ. ഇത് എവിടെയൊക്കെ പോകും ഇവര് ബാൻഡ് വായിക്കാൻ? ഒരു 2.5 കിലോമീറ്റർ നടക്കാൻ അത്രയും പോകും. അതിൽ കൂടുതൽ അവർക്ക് പറ്റില്ല. വാഹനങ്ങളൊക്കെ ഏർപ്പാടാക്കിയ ദൂരത്തെല്ലാം എന്തായാലും ഇത്ര നടക്കണ്ടേ? ഇവര് രോഗികളല്ലേ, ഇവരെല്ലാം മെഡിസിൻ എടുക്കുന്നവരുണ്ടല്ലോ. ഇവര് ഈ മെഡിസിൻ എടുത്തിട്ടാണ് ഈ നടക്കുന്നത്. അപ്പൊ നമുക്കുള്ള പരിമിതി ചുറ്റുപാട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ല, നമുക്കിപ്പോ ദൂരം സഞ്ചരിക്കാം, പക്ഷെ 2.5 കിലോമീറ്റർ നടക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഉത്സവങ്ങളൊക്കെ വരുമ്പോ നമുക്ക് ഒത്തിരി കിലോമീറ്റർ നടക്കേണ്ടി വരും, ബാൻഡും കൊട്ടി. പക്ഷെ അത് പറ്റില്ല അവർക്ക്. അതിനുള്ള ആരോഗ്യം അവർക്കില്ല. ആരോഗ്യം കണ്ടാൽ നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ മാനസികമായിട്ടുള്ള അതുപോലെ കാർപ്പറ്റ് നിർമ്മാണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ കാർപ്പറ്റ് നിർമ്മാണം പോലെയുള്ള വേറെന്തെങ്കിലും തൊഴിൽ പരിശീലനം അവർക്ക് നൽകുന്നുണ്ടോ? സോപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ടാക്കും. തയ്യല്, അപ്പൊ അവർ ചുരിദാറൊക്കെ അവർ തന്നെ തയ്ക്കും. അപ്പൊ അവരുടെ ഡ്രസ്സ് തുണി കൊടുത്താൽ മതി, അവർ നന്നായിട്ട് വെട്ടി തയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പേര് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഇവരിൽ തന്നെ ആൾക്കാർ പുറത്തുപോയി ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. പല ഇങ്ങനത്തെ സെന്ററുകളിലും പോയി ഒരു കാർപ്പറ്റ് ഉണ്ടാക്കാൻ നമ്മുടെ കുട്ടികൾ പോയി പഠിപ്പിക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ട്രെയിനിങ് അവിടെ വന്നിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ കാർപ്പറ്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? വിൽക്കും. നമ്മള് എങ്ങനെ വിൽക്കും? അവിടെ വരുന്നവര്, വിസിറ്റ് ചെയ്യാൻ വരുന്നവര് അല്ല പുറത്തുകൊണ്ട് വിൽക്കും. പുറത്തുകൊണ്ട് അവര് കുറെ എടുത്തോണ്ട് പോകും, കടകളിൽ കൊണ്ട് വിൽക്കാൻ. അപ്പൊ അവർ കടകളിൽ കൊണ്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ നമ്മളോട് പറയും, സിസ്റ്റർ ഒരു 25 കാർപ്പറ്റ് ഉണ്ടാക്കി ഓർഡർ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല സാർ, കാരണം ഇവരുണ്ടാക്കുന്നതല്ല. അത് വേണ്ട എങ്കിലും നമുക്ക് അതെ 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 കാണുമ്പോഴേ നമുക്കറിയാം ചെറിയൊരു നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ഞങ്ങളത് പിന്നെ അതൊക്കെ വെട്ടി റെഡിയാക്കും. പക്ഷെ ഇവരുണ്ടാക്കുന്നതായതുകൊണ്ട് അതിന്റേതായ ഒരു കുറവ് അതിനകത്തുണ്ട്. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് നല്ല മനുഷ്യര് അത് എടുക്കുന്നു, നമ്മുടെ നിന്ന് വാങ്ങുന്നു. അത്രേ ഉള്ളൂ. അല്ലെങ്കിലും നമുക്ക് പറയാലോ, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടാക്കിയെന്ന് പറയാമല്ലോ. അതെ അതെ അതെ. പുറത്തുനിന്ന് എവിടെന്നെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ? നമുക്ക് ഏതെങ്കിലും നമുക്ക് സഹായം സ്ഥിരമായിട്ട് തരുന്ന 3-4 പേരുണ്ട്. ഒരാള് 20,000 രൂപ തരുന്നുണ്ട്. മുത്തൂറ്റ് MG ജോർജ് സാറ് 20,000 രൂപ. പിന്നെ നമ്മുടെ SFSC മുരളി സാറ് അബുദാബിയിലുണ്ട്. SFC സാറിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാ കാര്യത്തിലും എന്റെ ഒരു അപ്പന്റെ പോലെയാണ് സാറ്. ഞാൻ എന്ത് സാറിനോട് അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ്. പിന്നെ മുത്തൂറ്റ് സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് അങ്ങനെ നമ്മളെ പേരെല്ലാവരും എടുത്തു പറഞ്ഞാല് അങ്ങനെ ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെ രീതിയിലാണ് സഹായങ്ങൾ സ്വീകരിക്കുന്നത്? ഭക്ഷണ സാധനങ്ങൾ പലരും അവിടെ കൊണ്ടുവന്ന് തരും. അരിയായിട്ടും പച്ചക്കറികളായിട്ടും സാധനം പ്രൊവിഷൻസ് ഒക്കെ കൊണ്ടുതരും. പിന്നെ തുണികള്, പഴയ ഓൾഡ് ക്ലോത്ത്സ് കളക്ട് ചെയ്ത് തരും. ചിലർ പുതിയ തുണികൾ തന്നെ കൊണ്ടുതരും. അപ്പൊ മുരളി സാറ് എല്ലാ വർഷവും ഓണത്തിന് സാറിന്റെ ഓണക്കോടിയാണ് എന്റെ കുഞ്ഞുങ്ങൾ ഇടുന്നത്. സാറാണ് എല്ലാ വർഷവും ഓണക്കോടി ഞങ്ങൾക്ക് അവിടെ തരുന്നത്. എല്ലാ വർഷവും തരാറുണ്ട്. പിന്നെ മരുന്ന്
കൊണ്ടുവന്ന് തരും. പിന്നെ പൈസയായിട്ട് കൊണ്ടുവന്ന് തരുന്നവരുണ്ട്. നമ്മളെ സഹായിക്കുന്നവരെ ഞങ്ങൾ വിളിക്കും, സാറേ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ തരാമോ, ഞങ്ങൾക്ക് അത്യാവശ്യമാണ് ചോദിച്ചാൽ പലരും തന്നിട്ടുണ്ട് നമുക്ക്. അങ്ങനെ അരി തീർന്നാല് എന്നോട് പിള്ളേര് പറയും, സിസ്റ്റർ നാളത്തേക്ക് അരിയില്ല കേട്ടോ എന്ന് പറയും. ഞാൻ പറയും, നിങ്ങൾ തമ്പുരാനോട് ചോദിക്കുക അരിയില്ലെന്ന്, കർത്താവിനോട് പറ, തീർച്ചയായിട്ടും ദൈവം തരും. പക്ഷെ അതൊക്കെ ഭയങ്കര അച്ചട്ടെന്ന് പറഞ്ഞതുപോലെ അച്ചട്ടാണ്. അത് വരും മനസ്സിനകത്ത്. എനിക്ക് പിന്നെ ഇങ്ങനെ മറ്റോട് ചോദിക്കാന്നുള്ള വലിയ വിഷമായി. എന്തോ എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അവർക്കുണ്ടാവുമോ, അവർക്കൊരു പ്രയാസമാവോ, എങ്ങനെയാ ചോദിക്കുന്നത്, എനിക്ക് ഭയങ്കര പ്രയാസം അതൊക്കെ. പക്ഷെ നമ്മൾ ചോദിക്കാതെ തന്നെ എന്റെ ഉള്ളിന്റെ ഉള്ളില് ഞാൻ പലപ്പോഴും കരയാറുണ്ട് കേട്ടോ. ഇല്ലായ്മ ഓർത്തല്ല, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഓർത്താ കരയുന്നത്. ദൈവമേ നീ ഇത്രയും നടത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് പലപ്പോഴും ഞാൻ കരയാറുണ്ട്. പക്ഷെ ഇല്ലായ്മ ഓർക്കുമ്പോ എന്റെ മനസ്സിനകത്ത് ഒരു ഒരാളലുണ്ടാവും. ദൈവം നാളെ എന്ത് ചെയ്യും. ദൈവം പലപ്പോഴും അത്ഭുതം പോലെ തമ്പുരാൻ എന്തെങ്കിലും സഹായം അവിടെ ചെയ്തിരിക്കും. അരിയാണേ അരി, ഭക്ഷണമാണേ ഭക്ഷണം. ഭക്ഷണം ഇല്ലാത്ത സമയം പോലും നമുക്കുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഈ കല്യാണത്തിന്റെ ഒക്കെ ബാക്കി ഫുഡ് നമുക്ക് കൊണ്ടുവന്ന് തരും. ഞങ്ങൾക്ക് അത് വലിയൊരു നിധിയാണ്. അത്രയും പേർക്ക് 100-300 പേർക്ക് ഭക്ഷണം ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമല്ലേ. അതിനൊക്കെ ദൈവം ഭയങ്കര സഹായം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പലരുടെയും അമ്മമാരാണ് അവിടെ ഉള്ളത്, പലരുടെയും സഹോദരിമാര്, ഭാര്യമാര്, മക്കള്. ആരെങ്കിലും എപ്പോഴെങ്കിലും അവിടെ വന്നിട്ട് നമ്മുടെ സ്വന്തം ആൾക്കാർ ഇവിടെ ഉണ്ടോ അങ്ങനെ വന്ന് നോക്കാറുണ്ടോ? നമ്മൾ ഇവരെ തെരുവിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവരുടെ അസുഖം കുറെ മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്യണ്ടേന്ന്. ഇവർക്ക് നല്ല ഓർമ്മയുണ്ടാവും കേട്ടോ, അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ. അപ്പൊ നമ്മൾ ഈ വീട്ടുകാരായിട്ട് കോൺടാക്ട് ചെയ്യും, നിരന്തരം കോൺടാക്ട് ചെയ്യും. വേറൊന്നിനല്ല, ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് വീട്ടിൽ പോകണം. ഇപ്പൊ എനിക്കറിയാം, അവർ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനെക്കാട്ടിലൊക്കെ നന്നായിട്ടാണ് അവിടെ താമസിക്കുന്നത്. അവർ ചിലപ്പോൾ എന്നോട് പറയും, അമ്മേ ഇച്ചിരി ഇറച്ചി കൂട്ടാൻ കൊതിയാന്ന് അമ്മ. ഞാൻ അന്ന് തന്നെ അവർക്ക് എന്റെ ഇറച്ചി വാങ്ങിച്ചു കൊടുക്കും. അല്ലെ അമ്മ ഒരു വട വാങ്ങിച്ചത് അമ്മേ, ഞാൻ അന്ന് വട വാങ്ങിച്ചു കൊടുക്കും അവർക്ക്. അപ്പൊ അവരുടെ ആഗ്രഹം എന്താണോ അത് ഞാൻ സാധിച്ചു കൊടുക്കാറുണ്ട്. കിടക്കാനൊക്കെ നല്ല ടിപ് ടോപ്പായിട്ടാണ് അവർ കിടക്കുന്നത്. കട്ടിലും ബെഡും ഒക്കെ ഉണ്ട് അവർക്കുണ്ട്. എങ്കിൽ പോലും ഒരു ചെറ്റക്കുടിലായിരിക്കും അവർക്കുള്ളത്. പക്ഷെ ആ വീടിനോടുള്ള ബന്ധം ഭയങ്കര. ഈ വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാല് ഒരു പ്രാവശ്യം അവർ വന്നു, പിന്നത്തെ പ്രാവശ്യം അവർ വരത്തില്ല. കാരണം നമ്മൾ പറയും അവരെ വീട്ടിൽ കൊണ്ടുപോകാൻ പറയും, പിന്നെ അതുകൊണ്ട് അവർ വരില്ല. പിന്നെ ഒരു ഫോൺ നമ്പർ മാറിത്തരും, അല്ലെ അവർ അവിടെ ആയിരിക്കത്തില്ല, എങ്ങോട്ടെല്ലാം മാറിപ്പോവും. പിന്നെ നമ്മൾ വീട്ടിൽ അന്വേഷിച്ചു പോകും. പക്ഷെ ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് വീട്ടിൽ പോകാൻ. ഒരു കാര്യം മനസ്സിലായതെന്ന് വെച്ചാൽ, ചെറിയൊരു സമനില തെറ്റിയാൽ പോലും വീട്ടുകാർക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല അല്ലേ. അവരെവിടെയും കൊണ്ട് തള്ളും. അത് പണക്കാരായാലും പാവപ്പെട്ടവരായാലും എല്ലാം ഒരുപോലെയാ. ശരിക്കും അതെ സാർ, ഓരോരുത്തരെയൊക്കെ നമ്മൾ കണ്ട നമ്മുടെ ഹൃദയം പൊട്ടിപ്പോവും. അറിയില്ല, ഞാനും പലപ്പോഴും അതുങ്ങളെയൊക്കെ ഓർത്ത് കരയും. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അനുഗ്രഹം നല്ലവണ്ണം ഉണ്ട്, അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. സിസ്റ്റർ എത്ര ദിവസം ഉണ്ട്, എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? ഞാൻ തിങ്കളാഴ്ച രാത്രി പോകും. അപ്പൊ ശ്രോതാക്കൾക്ക് സിസ്റ്റർ റോസ്ലിനെ നേരിട്ട് ബന്ധപ്പെടാവുന്ന ഒരു നമ്പർ ഞാൻ തരാം. 056-580-1300 056-580-1300. ഈ നമ്പറിൽ സിസ്റ്റർ റോസ്ലിനെ ബന്ധപ്പെടാവുന്നതാണ്. തിങ്കളാഴ്ച വൈകുന്നേരം വരെ സിസ്റ്റർ ഇവിടെ ഉണ്ടാകും. അതുപോലെ നാട്ടിലെ നമ്പർ കൂടെ തരാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിലെ നമ്പർ, മൊബൈൽ നമ്പർ 9496851515. ഒരിക്കൽ കൂടെ പറയാൻ നമ്പർ, നാട്ടിലെ നമ്പരാണ് 9496851515. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇത്ര നേരം നമ്മോട് സംസാരിച്ചത് സിസ്റ്റർ റോസ്ലിനാണ്. അവർ നടത്തുന്ന വിളക്കുടിയിൽ നടത്തുന്ന തിരുവനന്തപുരത്തുമുണ്ട്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലും അവർക്ക് ഓരോ യൂണിറ്റുകളുണ്ട്. സ്നേഹതീർ എന്നാണ് ഇതിന്റെ പേര്. വളരെ അന്വർത്ഥമായിട്ടുള്ള പേരാണ്. മനസ്സിലുള്ള സ്നേഹം അത് നിരാലംബരായിട്ടുള്ള ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന ഒരാളാണ് സിസ്റ്റർ റോസ്ലിൻ. സിസ്റ്റർ റോസ്ലിനുമായിട്ട് ഇത്ര നേരം സംസാരിക്കാൻ കഴിഞ്ഞതിന് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങളുടെ ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നും എന്തായാലും സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകും. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള സഹായങ്ങൾ അങ്ങോട്ട് പ്രവഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോളൂ സിസ്റ്റർ. ഞാൻ എല്ലാവരെയും സ്നേഹിതരത്തേക്ക് ക്ഷണിക്കുകയാണ്. കാരണം നാട്ടിൽ വരുമ്പോൾ അവിടെ വന്ന് വിസിറ്റ് ചെയ്യാം. ഈ 3 സെന്ററിൽ എവിടെയെങ്കിലും നാട്ടിൽ വരുന്നവരെ വിസിറ്റ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും ശ്രോതാക്കളാണ് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ പിടിച്ചു നിർത്തുന്നതും. ഞാനപ്പോൾ എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും
നന്ദിയും ദൈവാനുഗ്രഹവും ഒക്കെ ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ റോസ്ലിന്റെ ക്ഷണം സ്വീകരിച്ച് നിങ്ങളുടെ കുട്ടികളുടെ പിറന്നാൾ വേളകളിൽ അവിടെ ഉള്ള അന്തേവാസികൾക്ക് അല്പം ഭക്ഷണം നൽകാനുള്ള ഒരു കനിവ് നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ മക്കളുടെ വിവാഹം വരുമ്പോൾ അവിടെയും ഒരു 10-300 അന്തേവാസികളുണ്ട്, അവരെയും കൂടെ ഒന്ന് കണക്കിൽ ഉൾപ്പെടുത്തുക. അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അതിന് സൗകര്യമുണ്ട്, തിരുവനന്തപുരത്ത്, കൊല്ലത്ത് വിളക്കുടിയിൽ അതിനുള്ള സൗകര്യമുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്. എവിടെയായാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ആഘോഷം നടത്തുമ്പോൾ അന്നത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് വയറ് ഈ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് മനസ്സിൽ ഓർക്കുക. എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു സർ. ഗസ്റ്റ് ഓഫ് ദ വീക്കിൽ ഇന്ന് അതിഥിയായി എത്തിയത് കൊല്ലത്തെ സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ.